ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ രാവിലെ അല്ല രാവിലെ വരണം എന്നാണ് വിചാരിച്ചേ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ഞാൻ വീട്ടിൽ അമ്മയ്ക്കൊരു ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ക്ഷണമുള്ളത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ കുറച്ച് അടുത്താണ്, കാളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ പൊന്നുകാക്കു എന്ന് വിളിക്കുക. അപ്പോൾ പൊന്നുകാക്കുവിൻ്റെ വീട്ടിലാണ് നമുക്കിന്ന് പെരുന്നാൾ ക്ഷണമുള്ളത്. അപ്പോൾ ഞങ്ങളെത്തി, അതായത് ഞങ്ങളും ഫാമിലിയും പിന്നെ അതും തോമ ഫാമിലി ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ആമീനെ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൈമാറിനെ കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു പ്രധാന കഥാപാത്രം നമ്മളുടെ ശിവ ഇവിടെ ഇല്ല. ശിവ ഈ പെരുന്നാൾ ക്ഷണത്തിലില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. രാവിലെ ശിവയുടെ ഫ്രണ്ടിനെയും ശിവേനെയും കൂടെ ഏട്ടൻ കൊണ്ടുവിട്ടു, വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോൾ അവരവിടെ അങ്ങനെ പെരുന്നാൾ ഫ്രണ്ട്സും ഒത്താണ് ആഘോഷിക്കണേ. ഇവിടെ നമ്മൾ വിചാരിക്കാത്ത അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് ചെറിയൊരു പെരുന്നാളാണ് എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു വിളിച്ചിട്ട് വന്നത് കേട്ടോ. മക്കളൊക്കെ വന്നപ്പോഴേ കളി തുടങ്ങി. അതായത് ഇവമോളും ദേവും കളി തുടങ്ങി. ആമീനെ പിന്നെ അങ്ങനെ കൈവിട്ട് പോകാൻ പറ്റില്ലല്ലോ, ചെറുതല്ലേ. ഇതേ തങ്ങളുടെ ഒരു കുഞ്ഞ് കയറി പോകണ്ടോ, അവനൊരു വയസ്സ് കഴിഞ്ഞു. അവനിങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങും, ആരെങ്കിലുമൊക്കെ നോക്കി നിന്നാൽ മതി കേട്ടോ. അവനപ്പോൾ ദേവ് കൊണ്ടുപോവാണ്. അവനെവിടെയും നിലത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കില്ല, അങ്ങനെ കയറിപ്പോവും. അവൻ്റെ പ്രായം അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഫുഡ് വിളമ്പുന്ന തിരക്കുവാണ്. ഞങ്ങൾ പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും വന്നിട്ട് ആദ്യം കുറച്ച് നേരം സംസാരിക്കുകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൃഹനാഥൻ പൊന്നുകാക്കു. ഇവരുടെ ഹൗസ് വാമിങ്ങിനും വന്നതന്നെ. അന്ന് ചാനലുണ്ടെങ്കിലും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ അന്ന് പറ്റിയില്ല. അന്ന് ആമീനെ വീട്ടിലാക്കിയിട്ട് പെട്ടെന്നൊരു പോക്കായിരുന്നു. സോ അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഇവമോൾ ദേവുവിനെ അന്വേഷിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടു പേർക്കും പോകാനുള്ളതാണ്. അതായത് ശ്രീകാന്തിനും പോകണം, അനുജത്തിനും പോകണം. ഏട്ടനാണെങ്കിൽ ബോസ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുജിത്തിനൊരു ചെറിയ ട്രിപ്പും ഉണ്ട്, പെരുന്നാൾ ട്രിപ്പ്. അവരുടെ കുറച്ച് ടീംസ് എല്ലാവരും കൂടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ തിരക്കുണ്ട് പക്ഷെ ഇന്ന് ആർക്കും തിരക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാനാണെങ്കിൽ ആമീനെ വെച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആമീനെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിൽ ആമിക്ക് വായിലൊന്നും കൊടുക്കണം. അപ്പോൾ 1 വയസ്സ് കഴിയാത്തതുകൊണ്ട് നോൺ വെജ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവളെ വെച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടനൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ആദ്യം അവർ കഴിച്ചോട്ടെ എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ പിന്നെ അതായത് അവർ വെയിറ്റ് ചെയ്ത് വളരെ വൈകിപ്പോയിട്ടോ. എന്നാലും അവർ കഴിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെ ഇടയ്ക്ക് നമ്മുടെ ആദുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, മോനെ വെച്ചിട്ട്. ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്തെടുത്തത്. രണ്ടും കൂടെ നോക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൃഹനാഥ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഹൗസ് വാമിങ്ങിന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. അന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹൗസ് വാമിങ്ങിന് ഒരുപാട് പേര് വന്നു പോകുന്നല്ലേ. അപ്പോൾ ആരെയും അധികം മൈൻഡിലില്ല. കാക്കുവിനെ നല്ല പരിചയമുണ്ട് എന്നല്ലാണ്ട് ഇവളായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ചാനലിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. അവർ മോണിറ്റൈസേഷൻ ആയ ചാനലാണ്, പക്ഷേ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, സമയമില്ലാഞ്ഞിട്ട്. പക്ഷെ ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു നല്ലൊരു ചാനലല്ലേ, കുഴപ്പമില്ലാതെ സബ്ബൊക്കെ ഉണ്ട്, 3 സബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ കളയണേ, ആ ചാനലൊക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നൊക്കെ ഉണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയ്ഡറിങ്ങിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഇവരുടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ആദ്യം വന്നവർക്കൊക്കെ തോമയും ശ്രീകാന്തൊക്കെ ശ്രീയേട്ടനൊക്കെ എന്താല്ലേ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, ഇവർ സെർവ് ചെയ്യുന്നു. നമുക്കിങ്ങനെ വന്ന് കയറി, നമ്മൾ അതിഥികളല്ല, നമ്മൾ അവിടെ ആതിഥേയത്വം വഹിക്കുന്നവരാണ്. അങ്ങനത്തെ എന്താ പറയുക, ഫോർമാലിറ്റീസ് ഒന്നുമില്ല എവിടെയും. എല്ലാവരും അത്രയും നല്ലൊരു ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് അത് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നില്ല എന്താണെന്നുള്ളത്. ഇവിടെ ഫുഡ് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇവിടെ ചിക്കൻ മന്തി, ബീഫ് വരട്ടിയത്, പിന്നെ അതിനുള്ള ചമ്മന്തി, മയണൈസ്, കെച്ചപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മിഡ്ലാൻഡ്. ഇവരുടെയൊക്കെ ഒരു ചങ്കാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പിന്നെ മേമനില്ലത്തെ വാമന നമ്പൂരി, സുബി, അഭി, കുട്ടാപ്പു, അങ്ങനെ കുറച്ച് പേര് നമ്മളറിയുന്നവർ തന്നെയാണ്. ഒക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും നല്ല പരിചയമാണ്.
അതിൻ്റെ ഇടയ്ക്ക് ആമി കളിക്കുന്നുണ്ട് കേട്ടോ. ആമി അവിടെ ഇടയ്ക്കോ സോഫയിലും നിലത്തും ഒക്കെ ആയിട്ട് ഭയങ്കര കളി. അവൾക്ക് ഇവിടെ നമുക്ക് സ്പേസ് ഇല്ലല്ലോ ഇങ്ങനെ ഓടി നടന്ന് കളിക്കാൻ, മീൻസ് മുട്ട് കുത്തിയിട്ടാണെങ്കിലും അവൾക്ക് അത്ര സ്പേസ് ഇവിടെ ഇല്ല. അപ്പോൾ അത്രയും സ്പേസ് കിട്ടേണ്ട ഒരു ഹാപ്പിനെസ് ആയിരുന്നു അവളങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഒന്ന് പിടിച്ചു വയ്ക്കും പിന്നെയും പോവും, പിടിച്ചു വയ്ക്കും പിന്നെയും പോവും. അങ്ങനെയാണ്. സോഫയിലൊന്നും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. മടിയിൽ വെച്ചാലും ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ടൈപ്പാണ്. കറക്റ്റ് അങ്ങനെ മടിയിലിരിക്കില്ല. അത് ഞാൻ പിടിച്ചു വെച്ചതാണ്. അവിടുത്തെ ഇവമോൾ ഇവളെ കളിപ്പിക്കുന്നുണ്ട്, അതങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടോ. ആ ഒരു ഹാപ്പിനെസ്സിലാണ്, നിരത്തിറങ്ങിയ കളിക്കാൻ കിട്ടിയൊരു ഹാപ്പിനെസ്സിലാണ്. മക്കൾ വേറെ ഉണ്ട്. അപ്പോൾ അവൾ ടോട്ടലി എൻജോയ് ചെയ്തു. കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ അവൾ എൻജോയ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോഴത്തെ 1 വയസ്സ് കഴിഞ്ഞിട്ട് പഴനി പോയി മുട്ട അടിച്ചിട്ട് വേണം നോൺ വെജൊക്കെ കൊടുക്കാനും. അങ്ങനെയാണ് 1 വയസ്സ് വരെ നമ്മൾ നോൺ വെജൊന്നും കഴിക്കാൻ കൊടുക്കാറില്ല. ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇവമോക്ക് മടിയിൽ വെക്കണം, ദേവുവിന് മടിയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ദേവും ആമിയും കൂടെ എന്തൊക്കെയോ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിരിക്കുക. ഇവമോക്ക് അത് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ആമീനെ പിടിക്കാൻ ഒരാളില്ലാതെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞ അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, എന്തായാലും ഇവിടെ വന്നതല്ലേ, ഞാൻ വീടൊക്കെ അന്ന് ഹൗസ് വാമിങ്ങിന് എടുത്തില്ല. അപ്പോൾ ചുറ്റുഭാഗമൊക്കെ ഒന്ന് വെറുതെ അതിലൂടെയൊക്കെ ഒന്ന് നടന്നു പോയി നോക്കി, ക്യാമറയും കൊണ്ട് പോയി. ആമി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ റീൽസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്തായാലും ഈദൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നല്ല നല്ല പ്ലേസും മുകളിൽ നല്ല സ്പേസ് ഉണ്ട് കളിക്കാൻ. സ്ഥലവും സ്പേസും രണ്ടും നല്ല ഭംഗി, വീട് നല്ല ഭംഗിയുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കളിക്കാൻ, പെട്ടെന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനും അതും നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ പറഞ്ഞേ ആമിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെയാണ്. ഇത്രയും തോന്നെ സ്പേസ് ഉണ്ടായപ്പോൾ ആമി ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയായിരുന്നു. ഞങ്ങളിന്ന് ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ കരുതി ഒരു പാട്ടൊക്കെ എടുത്തു. മറ്റേ അൻവറിൽ കിഴക്ക് പോക്കും മുരിക്കും എന്തൊരു ചുക്കപ്പാണ്, ആ പാട്ടൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പഠിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നോക്കുന്നതിൻ്റെ ഇടയിൽ അതുവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റെപ്പ് നീ ആദ്യം നോക്കി വെക്ക്, എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണവന്മാർ കഴിക്കാനിരുന്നു. ഞങ്ങൾ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ അവരാദ്യം പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അവരെ സത്യം പറഞ്ഞാൽ പിന്നെ തോന്നി ആദ്യം ഞങ്ങൾക്ക് ഇരുന്നാൽ മതി. ഞങ്ങളാണെങ്കിൽ വേഗം കഴിച്ച് എണീക്കും. ഇവർ സോറയും പറഞ്ഞ് കഴിച്ച് എണീക്കണ്ടേ. അവസാനം ഞങ്ങളും കഴിക്കാനിരുന്നു. കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം മുകളിലേക്ക് പോയി വീഡിയോ എടുക്കാൻ നിന്നിട്ട് അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, പക്ഷേ പറ്റിയില്ല. അപ്പോഴേക്കും ഇവർക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം വൈൻഡപ്പ് ചെയ്തു. നല്ലൊരു ചിക്കൻ മന്തിയും ബീഫ് വരട്ടിയതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ. ഞങ്ങളും അടിച്ചു പൊളിച്ചു ഞങ്ങളുടെ പെരുന്നാൾ എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ വൈകിട്ടാണ് ഞങ്ങൾ റീൽസ് എടുത്തത്. പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോഴേക്കും ഞാനൊരു വ്ളോഗറാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.